ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ്. നമുക്ക് ജുവലറി ഹോൾ ആണ് കേട്ടോ വന്നേക്കണേ. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ട്രെൻഡി ആയിട്ടുള്ള നല്ല കിടിലൻ ജുവലറീസ് നമുക്ക് നോക്കാം. അതും അഫോർഡബിൾ റേറ്റിലാണ് വന്നേക്കണേ. മീഷോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ജുവലറി, നല്ല ട്രെൻഡി ആയിട്ടുള്ള ജുവലറി നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു റീസെല്ലിംഗ് ആപ്പാണ് മീഷോ എന്ന് പറഞ്ഞാൽ. നമുക്ക് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാല എന്ന് പറഞ്ഞാൽ ഇതൊരു കോംബോ ആണ്. ഇത് കാശിമാലയുടെ കോംബോ ആണ് കേട്ടോ. നമുക്ക് ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കാശിമാലയായിരിക്കും. അപ്പോൾ കാശിമാലയുടെ കോംബോ എന്ന് പറയുമ്പോൾ ഇതാണ് ഇമ്മക്കുട്ടി ഇട്ടേക്കണത്. ഈ ഒരു മാലയാണ് ഫസ്റ്റ് മാല എന്ന് പറഞ്ഞാൽ. ഇതൊരു കുഞ്ഞു മാലയാണേ. അതായത് നമുക്ക് വലിയവർക്ക് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെക്ലെസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള മാലയാണ്. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് ഇത് കുറച്ചുകൂടെ നീളമുണ്ട്. അപ്പോൾ ഞാനിത് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലത്തുള്ള കണ്ണികളുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാല എന്ന് പറഞ്ഞാൽ. ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇമിറ്റേഷൻ ആണെന്ന് പറയില്ല. അപ്പോൾ ഇമ്മക്കുട്ടി ഇട്ടേക്കണ ഈ കുഞ്ഞു കാശിമാലയില്ലേ, അതിന് കൂടെ വരുന്ന കോംബോ മാല എന്ന് പറഞ്ഞാൽ അതിന് തന്നെ സെയിം പാറ്റേണിൽ വലിയൊരു മാലയാണ് കേട്ടോ. വലിയൊരു കാശിമാലയാണ് വന്നേക്കണേ. ഇതാണ് അതിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. ഇതിലാണ് ക്വാളിറ്റി വൈസൊക്കെ സൂപ്പറാണ് കേട്ടോ. എന്തായാലും നമുക്കിതൊരു 300 ബിലോ ആയിട്ടാണ് വരുന്നത്. ഒരു 250 ആ റേഞ്ചിനകത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കൊരു സെറ്റ് സാരി, ഇപ്പോൾ ഈ വർക്കില്ലാത്ത ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് സാരിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ എനിക്ക് ഓണത്തിന് മുന്നേ ആയിട്ട് ഈ വീഡിയോ ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഹറിബറിയായിട്ട് ചെയ്യണത്. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ 2 മാലയാണ് നമുക്ക് കിട്ടണത്. ഒരു വലിയ മാലയും ഒരു കുഞ്ഞു മാലയും. അപ്പോൾ അമ്മയും മോൾക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ കോംബോ ആയിട്ട് ഇടാനായിട്ട് ഇത് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. നല്ല വേർത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ അടുത്ത് വാങ്ങിക്കുന്ന മാല എന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ് മാലയാണ്. അതായത് ലോങ് ആയിട്ടുള്ളൊരു മാലയാണ്. നല്ല ഭംഗിയുള്ളൊരു പെൻഡൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ വന്നിട്ട്, ബോൾ ചെയിനാണ് വന്നേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ബോൾ ചെയിൻ വന്നിട്ട് നമുക്ക് നല്ല വലിയൊരു പെൻഡന്റ് വന്നിട്ടുള്ള ഒരു അടിപൊളി മാലയാണ്. ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു രൂപമുള്ളൊരു പെൻഡൻ്റാണ് കേട്ടോ. താഴെ ഇങ്ങനെ കോയിൻ ഡിസൈനാണ് വന്നേക്കണേ. അടുക്കി കോയിൻ കൊടുത്തിട്ട് ഇവിടെ ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു രൂപം, പിന്നെ ഇവിടെ അതിൻ്റെ ഗ്രീനും റെഡും വൈറ്റും കൂടെ ഉള്ള സ്റ്റോൺസ് ആണ് കേട്ടോ നിറയെ പോയേക്കണേ. ഡീറ്റെയിലിംഗ് ഞങ്ങൾക്ക് സൂപ്പറാണ്. ഇവിടുത്തെ ഈ ഒരു വർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി മാലയാണ്. ഞാൻ ഇട്ട് കാണിക്കാം. കാരണം നമുക്കിങ്ങനെ ഒറ്റ മാലയായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ട്രഡീഷണൽ ലുക്കാണ്. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ റേറ്റ് വളരെ കുറവാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. നമുക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ട് ഇടാൻ വേണമെങ്കിൽ, പക്ഷേ അതെങ്കിൽ ബാക്കിൽ നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ എന്തെങ്കിലും കെട്ട് കൊടുത്തിട്ട് നമുക്ക് ഷോർട്ടാക്കി ഇട്ടാലും ഭംഗിയായിരിക്കും. ലോങ് ആയിട്ട് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് നല്ല അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് തന്നെ ഇയറിങ്സും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇയറിംഗ് വന്നിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ പെൻഡന്റിലുള്ള അതേ രൂപത്തിന്റെ തന്നെ ഈ കോയിനും പിന്നെ താഴെ ചെറിയൊരു മുത്തൊക്കെ ഇങ്ങനെ തോന്നി കിടന്നിട്ടുള്ള നല്ലൊരു കമ്മലാണ് കേട്ടോ. ഇതാണ് കമ്മല്. അപ്പോൾ നമ്മളിനി അടുത്ത് വാങ്ങിക്കുന്ന ഒരു ചോക്കറാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു പെൻഡന്റും ഇങ്ങനെ ബോള് പോലത്തെ ഡിസൈനിൽ വരുന്ന നല്ലൊരു ചോക്കറാണ്. അപ്പോൾ ഇതും റേറ്റ് കുറവാണ്. പക്ഷേ ഇതിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു മുത്തുണ്ടല്ലോ, ഇതാ കാണുന്നുണ്ടോ, ഇവിടെ ഇങ്ങനെ ഇത് ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് നിൽക്കുകയാണ്. കണ്ടോ, ബാക്കി എല്ലാത്തിനും അടിഞ്ഞെങ്കിലും ഇവിടെ കുറച്ച് വിട്ടിട്ടേക്കാണ്. പിന്നെ ഞാനത് അത്ര വലിയ കാര്യമാക്കില്ല. നമുക്ക് റിട്ടേൺ ചെയ്യാൻ നിൽക്കുന്നില്ല ഞാൻ. കുഴപ്പമില്ല, അറിയാനൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ചോക്കറായിട്ട് ഇടാം. ഇതിൻ്റെ റേറ്റും ഭയങ്കര കുറവാണ്. ഇതിന്റെ താഴെ വന്നിട്ട് നിറയെ വൈറ്റ് കളർ ഗുങ്കുരൂസ് ആണ് കേട്ടോ കൊടുത്തേക്കണേ. നടുക്കിലായിട്ട് ഒരു പിങ്ക് കളർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. നല്ല പുറകിലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റബിൾ ത്രെഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. പിന്നെ ഇവിടെ 2-3 കുറച്ച് നൂലൊക്കെ ഇങ്ങനെ ഇളവിരിപ്പുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. കണ്ടോ, അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കയറ്റി ചോക്കറായിട്ട് നന്നായിട്ട് ഇങ്ങനെ കയറ്റിയിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് താഴ്ത്തിയായിട്ടും ഇടാം. കുറച്ച് ലെങ്തിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെയുള്ള നല്ലൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള നല്ല അടിപൊളി നെക്ക് പീസാണിത്. ഇപ്പൊ നമ്മള് ഒരു ഗ്രീൻ കളർ സാരിയൊക്കെയാണ് ഉടുക്കണമെന്നുണ്ടെങ്കിൽ, ഗ്രീൻ കളർ ബ്ലൗസ് ഒക്കെയാണ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു
ചോക്കർ കൊടുക്കാം. ഇതിന് തന്നെ ഇയറിംഗ്സും ഉണ്ട്. സെയിം പാറ്റേണിൽ തന്നെ വരുന്നിട്ടുള്ള ഇയറിംഗ്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാം. ഇതിപ്പോ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വേറെ ചെറിയ സ്റ്റഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പെയർ ചെയ്യാം. ഈ കമ്മൽ വേണമെങ്കിൽ ഇടാം. ഇതാകുമ്പോൾ സിമ്പിൾ ആയിട്ട് വരും. ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു സിമ്പിൾ ലുക്ക് ആയിരിക്കും. നമ്മുടെ അടുത്തൊരു മാല എന്ന് പറഞ്ഞാൽ ഇതൊരു നെക്ലേസ് ആണ്. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ഒരു 200 ആ റേഞ്ചിൽ വരുന്ന മാല തന്നെയാണിതും. ഒരു 300 രൂപയ്ക്ക് അകത്ത് വരുന്നൊരു മാലയാണ്. ഇത് നല്ല അടിപൊളിയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു പച്ച കളർ സെറ്റ് മുണ്ടിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു ഇതാണ്. ഇത് നമുക്ക് ട്രഡീഷണലി ഇടാൻ പറ്റുള്ള ഒരു അടിപൊളി നെക്ക് പീസാണ്. കണ്ടോ, നമുക്കത് ഇടുമ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി ഒരു ലുക്ക് വരും. അടിപൊളിയാണ് കാണാൻ വേണ്ടി. ഡീറ്റെയിലിംഗ് ഒക്കെ സൂപ്പറാണ്. നല്ലൊരു എംബ്രോയിഡ് ഗ്രീൻ കളറാണ് വരുന്ന സ്റ്റോൺസ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇയറിംഗ്സും വരുന്നുണ്ട്. ഇയറിംഗ്സും സെയിം പാറ്റേണിലുള്ള ഇയറിംഗ്സ് ആണ്. കണ്ടോ, ഗ്രീന് ഇത് ഞാൻ യൂസ് ചെയ്യും ഒക്കെ ചെയ്യുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അല്ല, കിട്ടിലും പ്രോഡക്റ്റാണ്. ഞാൻ ഈ വാങ്ങിയതിൽ ക്വാളിറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ കാണിച്ച ചോക്കറിൻ്റെ ആ ഒരു ചെറിയ പ്രശ്നം അല്ലാണ്ട് ക്വാളിറ്റിക്കൊന്നും വേറെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഞാൻ വേറൊരു അടിപൊളി ഒരു നെക്ലസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയില്ല. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്തോ ആയപ്പോഴത്തേക്കും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ അതിട്ടുണ്ടായിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ 5 കോംബോ ആയിട്ട് 5 ആയിട്ട് വാങ്ങാൻ തന്നെ നോക്കിയത്. അപ്പോൾ പക്ഷേ നമുക്കിപ്പോൾ ഇത്രേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ടും ട്രഡീഷണൽ ആയിട്ടൊന്നും ഇടാൻ താല്പര്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഒരു വലിയ ഹെവി ആയിട്ടുള്ള ഇയറിംഗ് ഇടുന്നവർക്ക് ഒന്നുകിൽ അവർ മാല ഒഴിവാക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെയിൻ ആയിട്ട് എന്തെങ്കിലും ഇടും. അങ്ങനെ ചെയ്യുന്നവർക്ക് കിട്ടുള്ള കിടിലൻ ഒരു കോംബോ ആണ് ഇത്. 3 ഒരുമിച്ച് വാങ്ങിയതാണ്. ഇങ്ങനെ 3 ചെയിൻസ് ഉണ്ട്. കിടിലാണ് കേട്ടോ. ഇത് ഒരു 170 ആ ഒരു 200 രൂപയിൽ താഴെയുള്ള മാലയാണ്. 171 രൂപയോ അങ്ങനെ എന്തോ ആണ്. ഇതിന്റെ 3ന്റെയും ഇങ്ങനെ കുഞ്ഞു ചെയിൻ വന്നിട്ട് ഇങ്ങനെ ഓരോരോ പെൻഡന്റ് ആയിട്ട്, ഒന്നൊരു വൈറ്റ് പെൻഡന്റ്, ഒന്നൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള പെൻഡന്റ്, പിന്നെ ഒന്നൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്നിട്ടുള്ള പെൻഡന്റ്. 3 സിമ്പിൾ ആയിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇത് നമുക്ക് വെസ്റ്റേൺ വെയറിലൂടെയും ട്രഡീഷണൽ വെയറിലൂടെയും എങ്ങനെയാണെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചെയിൻസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ്. നമുക്ക് ഓണത്തിന് ഇങ്ങനത്തെ നല്ല നല്ല പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ട്, നല്ല നല്ല ജ്വല്ലറി ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെയോ സൽവാറിൻ്റെ കൂടെയോ എങ്ങനെയാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ വാങ്ങി ഒന്ന് പെയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കോളേജിലും ഓഫീസിലും ഒക്കെ ഫംഗ്ഷൻ കാണും, സ്കൂളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇന്നവർക്ക് കുഞ്ഞു കുട്ടികൾക്ക് വലിയവർക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ജ്വല്ലറി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോഴത്തേക്കും ഭയങ്കര സ്പീഡാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട് സ്പീഡാണ് സംസാരിക്കണത്. പക്ഷേ ഞാൻ നോർമലി സംസാരിക്കുന്ന പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്തിരി സ്പീഡായി പോകണമെന്ന കാര്യം എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നോർമലി സംസാരിക്കുന്നത് കുറച്ച് സ്പീഡിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് 2-3 പേര് പറഞ്ഞു ഞാൻ പറയണത് മനസ്സിലാവണില്ല എന്ന്. ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകണം മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും സ്പീഡ് അപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പം എനിക്ക് മനസ്സിലായി കുറച്ച് സ്പീഡാണെന്ന്. പക്ഷേ എനിക്കങ്ങനെ പതുക്കെ പറയാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്നുള്ളൊരു ഇതും മനസ്സിലാകത്തുണ്ട്. അപ്പോൾ നമ്മൾ ലാഗ് ചെയ്യിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഞാൻ കൂടുതൽ പറയണത്, ഇങ്ങനെ സ്പീഡിൽ പറയണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇമ്മക്കുട്ടി കാണിച്ചു തരാം കേട്ടോ. ഇമ്മക്കുട്ടി വന്നു. ഇമ്മക്കുട്ടി കണ്ട, ഇമ്മക്കുട്ടിയുടെ നഴ്സറിയിൽ ഇന്ന് ഓണം ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ വേണ്ട അപ്പോൾ ഞാനും ഇമ്മക്കുട്ടി കൂടെ ഓണം ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്നതാണ്. ഇമ്മക്കുട്ടിയുടെ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിയതാണ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാവേ. ഞാൻ അവരുടെ ചാനൽ, അവരുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. സാധാരണ ഒരു വീട്ടമ്മ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കും. നമുക്ക് നല്ല രീതിയിൽ തന്നെ തയ്ച്ച് കിട്ടും. നല്ല രസമായിട്ടൊന്നും ചെയ്ത് തന്നിട്ടുണ്ടേ. ഇത് വന്നിട്ട് ബ്രോക്കേഡിൻ്റെ ഒരു ബ്ലൗസും പിന്നെ കോട്ടണിലെ പോൾക്ക ഡോട്ട്സ്, ഗോൾഡൻ കളർ പോൾക്ക ഡോട്ട്സ് ഉള്ള കോട്ടൻ്റെ ഒരു സ്കേർട്ടും വന്നിട്ടുള്ളൊരു ഇതാണേ. നമുക്കിട്ട് എണീറ്റ് നേടാവേ. കണ്ടോ, സ്കേർട്ട് വന്നിട്ട് ഇങ്ങനെ പോൾക്ക ഡോട്ട്സ്. ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള പിക്ക് ഇടാം. അവ ഡ്രസ്സിൻ്റെ ബാക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഡ്രസ്സിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു ഹോള് കൊടുത്തിട്ട് ഇവിടെ വലിയൊരു ബോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നന്നായിട്ടിട്ടുണ്ട്. ഇമ്മക്കുട്ടി നല്ല ചേരുന്നുണ്ട്. പിന്നെ ഇമ്മക്കുട്ടി മാല ഇട്ടുള്ളത് ഈ കാശുമാല, കുഞ്ഞു മാലയാണ് നിന്നിട്ട് പോയത്. പിന്നെ കയ്യിൽ 2 കുഞ്ഞ് ഗോൾഡൻ കളർ വളയും ഇപ്പുറത്ത് പിന്നെ കുറച്ച് മെറ്റലിൻ്റെ ഒരു ഗോൾഡൻ യെല്ലോ കളറിലുള്ള വളയിട്ടിട്ടുണ്ട്. പിന്നെ തലയിൽ നമ്മൾ കൊമ്പ് കെട്ടാനുള്ള മുടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊമ്പുള്ള ബോ വെച്ചിട്ട് അതിൽ നിറയെ മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇമ്മക്കുട്ടിക്ക് ഇഷ്ടമായ ഇമ്മക്കുട്ടിയുടെ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ട് ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലും നമ്മൾ ഇനി വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ബൈ.
അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ. അപ്പൊ എല്ലാവർക്കും എന്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. ഹാപ്പി ഓണം.